ശിവപുരാണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഏടുകളിൽ ഒന്നിൽ നിന്നാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ആരംഭിക്കുന്നത്. കൈലാസനാഥനായ പരമശിവന്റെയും പത്നി സതീദേവിയുടെയും കഥയാണിത്. കഥ തുടങ്ങുന്നത് കൈലാസത്തിൽ നിന്നാണ്. ദക്ഷ പ്രജാപതിയുടെ മകളായ സതീദേവി പിതാവിന്റെ അഹങ്കാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പരമശിവനെ വിവാഹം കഴിച്ചത്. ത്രിലോകങ്ങൾ ഭരിക്കുന്ന പ്രജാപതിയായിട്ടും തന്റെ മകൾ ഭസ്മധാരിയായ ഒരു അവധൂതന്റെ കൂടെ പോകുന്നത് ദക്ഷന് സഹിക്കാനായില്ല. മഞ്ഞുമൂടിയ കൈലാസ പർവ്വതത്തിൽ ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് സതീദേവി പരമശിവനൊപ്പം അങ്ങേയറ്റം സന്തോഷവതിയായി വസിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ദക്ഷയജ്ഞം എന്ന മഹായാഗം നടത്താൻ തീരുമാനിച്ചത്. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ദേവന്മാരെയും ഋഷിവര്യന്മാരെയും അദ്ദേഹം ക്ഷണിച്ചു. എന്നാൽ പക കാരണം സ്വന്തം മകളായ സതിയെയോ മരുമകനായ ശിവനെയോ യാഗത്തിന് ക്ഷണിച്ചില്ല.